ഷാഫിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് അരമനക്കുണ്ടനും കേക്കച്ചനും ദുബായിക്ക് പോയത് എന്തിന്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മയുണ്ടാകുമല്ലോ, ഷാഫിയെ അന്ന് വടകരയിൽ വെച്ച് മൃഗീയമായി ആക്രമിക്കുവാൻ ശ്രമിച്ചതിൻ്റെ അന്ന് തന്നെ ഈ കേക്കച്ചനും സംഘവും ദുബൈയിലേക്ക് പറന്നിരുന്നു. അവിടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് പോയത് എന്നാണ് പറഞ്ഞത്. എന്ത് സ്വകാര്യ പരിപാടിയിലാണ് പങ്കെടുത്തത് എന്ന് ഇയാൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പിണറായിയുടെ തുടർഭരണം ഒഴിവാക്കുവാനായി ആരംഭിച്ച ജട്ടി വിപ്ലവത്തിന്റെ അഡ്വാൻസ് മേടിക്കാൻ പോയതാണെന്നാണ് ഞങ്ങളെന്ന് പറഞ്ഞത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ടത്. അതുപോലെ ഇന്നലെയും ഇത് തന്നെ സംഭവിച്ചു. ഷാഫി പറമ്പിലിനെതിരെ വധശ്രമമടക്കം പ്ലാൻ ചെയ്തിട്ടാവാം ഷാഫിയെ ഇവന്മാർ പ്ലാൻ ചെയ്തതനുസരിച്ച് ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് കണ്ടാണ് ഈ രണ്ട് നരാധമന്മാരും ദുബൈയിലേക്ക് പറന്നത് എന്നാണ് വിവരം. ഷാഫിക്കെതിരെ ആക്രമണമുണ്ടായി. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ കേക്കച്ചൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് ഉച്ചയോടുകൂടി ഏതാണ്ട് 2 മണിക്ക് ആരുടെയോ വാഷ്റൂമിൽ കയറി നിന്ന് കക്കൂസിൽ നിന്നാണ് അയാൾ ഒരു പ്രതികരണം എടുത്ത് അയച്ചുവിട്ടിരിക്കുന്നത്. താൻ പ്രതികരിച്ചില്ലെങ്കിൽ നാട്ടുകാർ എന്ത് കരുതുമെന്ന് കരുതി. അതുപോലെ ഇന്ന് 4 മണിയായപ്പോഴാണ് ഈ അരമനക്കുണ്ടൻ എന്ന് പറയുന്ന കെ സി വേണുഗോപാലിന്റെയും കർണാടക സംഘത്തിന്റെയും ചട്ടുകമായ വി ഡി സതീശന്റെ ചട്ടുകമായ വി ഡി സതീശനും ഈ കർണാടക സംഘവും പറഞ്ഞാൽ മാത്രം വാതുറക്കുന്ന കെ പി സി സി അധ്യക്ഷന്റെ സ്ഥാനത്തിരിക്കുന്ന ഈ കളിപ്പാവ ഇന്ന് 4 മണിക്ക് മാത്രമാണ് ഒരു പ്രതികരണവുമായി വന്നത്. അയാൾ പറയുന്ന മണ്ടത്തരം കാണുക. ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് i2 ന്യൂസ് ഇന്ന് രാവിലെ മുതൽ പറയുന്നത്. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടില്ലെങ്കിലും പ്രവർത്തകർ ഇതാ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടാ എന്ത് തോൽവിയാടാ നാണം കെട്ടവനെ നീ. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇതുപോലൊരു മരവാഴയാണോ ഇരിക്കേണ്ടുന്നതെന്ന് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ ഇവന്റെ ഗതികേടെല്ലാം പറയുന്നുണ്ട്. ഞങ്ങൾ പറയാതെയാണ് ഇപ്രകാരം ഒരു പ്രതികരണം നടന്നതെന്നും അതുപോലെ തന്നെ ഞങ്ങൾ ദുബൈയിലാണെന്നും ഇയാൾ പറയുന്നു. ദുബൈയിൽ എന്നാ കച്ചവടത്തിനാണെന്ന് മാത്രം ഇയാൾ പറഞ്ഞില്ല. അത് പറയുവാൻ സതീശനും വേണുഗോപാലും കർണാടകക്കാരന്മാരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അബദ്ധത്തിലായിരിക്കും ഇത് ഞങ്ങൾ ദുബൈയിലാണെന്ന് പറഞ്ഞത്. കേക്കച്ചൻ താൻ ദുബൈയിലെ കക്കൂസിൽ നിന്നാണ് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞില്ലായിരുന്നു. ഇയാൾ ഞങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിക്കാണ് ദുബൈയിൽ വന്നതെന്ന് പറയുന്നു. കേക്കച്ചൻ പോയത് പ്രതിമാസ ഓയിൽ ചേഞ്ച് പരിപാടിക്കാണെന്നാണ് വിവരം. നാട്ടിൽ ആ പഴയ സ്വഭാവങ്ങളൊക്കെ ഈ താരകപ്പെണ്ണ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഇവിടെ മറ്റു പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് എല്ലാം ദുബൈയിലാണ്. ബദ്രു ബട്ടോളി ഏറ്റവും വലിയ സെക്സ് റാക്കറ്റുകാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഇത്തവണ സണ്ണി ജോസഫിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയേക്കുകയാണ് പ്രതിമാസ ഓയിൽ ചേഞ്ച് പദ്ധതിക്ക് വേണ്ടി. ഓർക്കണം, ഇന്നലെ ഷാഫിക്കെതിരെ ആക്രമണം ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് ഇവന്മാർക്കറിയാം. ആ സമയം നോക്കി തന്നെ ഇവന്മാർ മുങ്ങിക്കളഞ്ഞു. രാവിലെ മുതൽ തന്നെ ഇവന്മാരുടെ അസാന്നിധ്യം മറ്റുള്ള നേതാക്കന്മാരെല്ലാം ശക്തമായി പ്രതികരണവുമായി വരുമ്പോൾ ഈ രണ്ട് മരവാഴകളുടെ പ്രതികരണം വന്നില്ല. ഇവന്മാർ മുങ്ങിയിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് ലഭിച്ച വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവന്മാർ മുങ്ങിയിരിക്കുകയാണ്, ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക, ഇവന്മാർ ഏതെങ്കിലും ബാറിലോ കേക്ക് മുറിക്കുന്ന സ്ഥലത്തോ ഇവന്മാർ കാണും എന്ന് ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. ദുബൈയിലെ ഏതോ രഹസ്യതാവളത്തിൽ ഇവന്മാർ ഇരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത അതിന്റെ പങ്ക് മേടിച്ച് പതുക്കെ നാളെ ഞായറാഴ്ചയാണ് അടിച്ചു പൊളിച്ച് പതുക്കെ ആരും അറിയാതെ തിങ്കളാഴ്ച ചിരിച്ചുകൊണ്ട് കതറുമിട്ട് വരാമെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ പാളിപ്പോയി. ഈ സമയത്ത് തന്നെ ഷാഫിയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമായിരുന്നു നടന്നത്. അവസാനം നാണം കെട്ട് ഈ പ്രസ്ഥാനത്തിലുള്ള സകലരും പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന 2 മരവാഴകൾ ഇതാ പ്രസ്താവനകളുമായി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ അരമനക്കുണ്ടന്റെ, അതായത് ഇവന്മാരുടെ വെറും കളിപ്പാവയുടെ ആ പ്രതികരണം കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇയാൾ പറയുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതിയൊന്നുമില്ലാതെ പ്രവർത്തകർ ഇതാ ഇറങ്ങി, ഞങ്ങൾ ഇനി ഒലത്തുമെന്നാണ് പറയുന്നത്. ഇവൻ എന്നാ ഒലത്താനാണ്? അരമനക്കുണ്ടന്റെ പ്രതികരണത്തിലേക്ക്. ഡിവൈഎഫ്ഐക്കാർ ഷാഫിയെ തടയുകയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഷാഫി കാറിൽ നിന്നിറങ്ങി
റോഡിലൂടെ സധൈര്യം നടന്നു നീങ്ങിയ ചിത്രം നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചതാണ്. അങ്ങനെ വ്യക്തിപരമായ കയ്യേറ്റമോ നിയമവിരുദ്ധമായ തടസ്സങ്ങൾ കൊണ്ടോ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് അതിശക്തമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിലും ഒരംഗമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ഷാഫി പറമ്പിൽ CPM-ന് ഒരു തലവേദന തന്നെയാണ്. ആ ഷാഫിയെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ, ഇല്ലാതാക്കാനുള്ള CPM-ന്റെ ശ്രമങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ ആരും ആഹ്വാനം ചെയ്യാതെ ഇന്നലെ തന്നെ കേരളത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ശക്തമായ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് പോലീസ് ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. കുറ്റവാളികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് അവരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഗവൺമെന്റിന്റെ ന്യായവാദങ്ങൾ, CPM-ന്റെ പ്രചരണ തന്ത്രങ്ങൾ വിലപ്പോവില്ല. ജനങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടതാണ്. ജനങ്ങളുടെ മുൻപിൽ അതിന്റെ വീഡിയോ കൃത്യമായിട്ടുണ്ട്. ഷാഫിക്കെതിരെ മനഃപൂർവ്വമായ അക്രമം നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് പ്രതികരിക്കണം, നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇന്ന് കേരളത്തിൽ ഒരു 250ഓളം സ്ഥലങ്ങളിൽ വീണ്ടും ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. ഞങ്ങൾ കുറച്ചുപേര് നേരത്തെ നിശ്ചയിച്ച പരിപാടിയുമായിട്ട് ദുബായിലായതുകൊണ്ട് ഞങ്ങൾ ആ പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. പ്രധാനമായൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തെ നടുക്കിക്കൊണ്ടാണ് ഒരു വാർത്ത ഇന്ന് വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് 2023 ED-യുടെ നോട്ടീസ് ഉണ്ടായിരുന്നു ഹാജരാകാൻ. ED സമൻസ് അയച്ചു. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗുരുതരമായ സാമ്പത്തിക കുറ്റങ്ങൾ സംബന്ധിച്ചാണ് ED പിണറായി വിജയന്റെ മകനെ ക്ഷണിച്ചത്. ക്ഷണിക്കുകയല്ല, വിളിച്ചു വരുത്തിയത്. വിളിച്ചു വരുത്താൻ നോട്ടീസ് അയച്ചത്. ആ നോട്ടീസിന്റെ കോപ്പി, അതിൽ അഡ്രസ് എന്താണ്? വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, കേരള എന്നതാണ് ആ നോട്ടീസിലെ അഡ്രസ്. ആ നോട്ടീസിനെ തുടർന്ന് വിവേക് കിരൺ ഹാജരായിട്ടുണ്ടോ വ്യക്തമാക്കണം. ഹാജരായില്ലെങ്കിൽ അടുത്ത നടപടി എന്താണ്? നോട്ടീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹാജരാകാതിരിക്കുന്നത് തന്നെ വളരെ ഗുരുതരമായ കുറ്റമാണ്. ഹാജരാകാത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അന്വേഷണം എന്തായി? ആ കേസ് ഇല്ലാതാക്കാനാണ് മുഖ്യമന്ത്രി ഇതുവരെയും BJP-യുമായിട്ട് ഒത്തുകളിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനും മകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഗുരുതരമായ സാമ്പത്തിക കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ഇന്ന് നിയമ നടപടികൾ നേരിടുന്നവരാണ്. ആ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ BJP മന്ത്രിമാരുമായിട്ടുള്ള ഈ രഹസ്യ ബന്ധം ഇന്ന് പരസ്യമാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ കേസിന്റെ അന്വേഷണം എവിടെയെന്ന് ED വ്യക്തമാക്കണം. ആ കേസിൽ തന്റെ മകൻ ഏത് നിയമ നടപടികളാണ് സ്വീകരിച്ചത്? ഈ സമൻസ് ലംഘിച്ച തന്റെ മകൻ നിയമവിരുദ്ധമായി പെരുമാറിയതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിലുള്ള നിലപാട് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആർക്ക് കിട്ടി? എവിടെ നിന്ന് കിട്ടി ചോര? ചോര ആർക്ക് എവിടെ നിന്ന് കിട്ടി? ചോര ഷാഫി പറമ്പിലിന്റെ ദേഹത്ത് നിന്ന് വന്ന ചോര ആർക്കെങ്കിലും അങ്ങനെ പരിശോധിക്കാൻ ആർക്ക് കിട്ടി? എവിടെ നിന്ന് കിട്ടി? ആ ചോരക്കളി വേണ്ട. ഇത് കൃത്യമായിട്ട് വീഡിയോയിലൂടെ ആളുകൾ ആ ദൃശ്യങ്ങൾ കണ്ടല്ലോ. CPM എപ്പോഴും കള്ളപ്രചരണങ്ങളെ ആണ് ആശ്രയിക്കുന്നത്. ആ വാദങ്ങളൊന്നും നിലനിൽക്കില്ല. ഒരു കാര്യം, കാഫീർ സ്ക്രീൻഷോട്ട് നിങ്ങൾ തന്നെ മറന്നുപോയി. മറക്കാൻ പറ്റുമോ? എന്തായിരുന്നു പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസങ്ങൾക്ക് മുൻപ്, പോളിംഗിലേക്ക് ആളുകൾ പോകുന്നതിന്റെ തൊട്ടു മുൻപ് എതിർ സ്ഥാനാർത്ഥി കാഫീർ ആണ് എന്ന് UDF പ്രചരിപ്പിച്ചതായിട്ട് ഒരു വാർത്ത വരുന്നു, ഒരു സ്ക്രീൻഷോട്ട് വരുന്നു.
അതിനെക്കുറിച്ച് കേസ് വരുന്നു. യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, അദ്ദേഹത്തെ പ്രതിയാക്കുന്നു. അതിൻ്റെ അന്വേഷണത്തിലാണ് അദ്ദേഹമല്ല, UDFന്റെ ആരുമല്ല, മറിച്ച് എവിടെ പോയി? LDFന്റെ മുൻ MLAക്കുള്ള ബന്ധം, CPM നേതാക്കന്മാർക്കുള്ള ബന്ധമാണ് മറനീക്കി രംഗത്ത് വന്നത്. റെഡ് ആർമി സഹാക്കൾ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളല്ലേ അത് ഷെയർ ചെയ്തും അത് ഉണ്ടാക്കിയതും. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല? അതുപോലെ തന്നെ കള്ളപ്രചരണങ്ങളെ ആശ്രയിക്കുകയാണ് ഗവൺമെന്റും പോലീസും CPM പാർട്ടിയും. ജനങ്ങൾക്കിത് നന്നായിട്ട് അറിയാം. ഷാഫി മത്സരിക്കാൻ വന്നപ്പോഴേ ചെമ്പട എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ചെമ്പാണെന്നുള്ളത് ഇപ്പൊ വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ശൈലജ ടീച്ചർ വടകരയിൽ തോറ്റ അന്ന് തുടങ്ങിയ അസഹിഷ്ണുതയാണ് ഇന്ന് ഈ ആരോപണങ്ങൾ. ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് അയ്യപ്പന് പോലും സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അയ്യപ്പൻ ഇനി വിഘ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ സർക്കാർ. നിരന്തരമായി വിഘ്നങ്ങൾ തന്നെ ആയിരിക്കും ഈ സർക്കാരിന്. കാരണം നമ്മൾ ഇതിനു മുൻപും ഇതേ അനുഭവം ഈ സർക്കാരിനും ഈ മുന്നണിക്കും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഷാഫി പറമ്പിലിനെതിരെയുള്ള ഒരു കോൺസ്പിരസി, വളരെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കോൺസ്പിരസിയാണ് നടത്തിയിരിക്കുന്നത്. അത് ഈ വിവാദങ്ങളെല്ലാം ഒഴിച്ചുകൂടാൻ, ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ, ഇതെല്ലാം മറച്ചു വെക്കാൻ, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഷാഫിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ CPMന് നാണമില്ല ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ChatGPTയോട് ചോദിച്ച്, അല്ലെങ്കിൽ രക്തത്തിന്റെ അതിന്റെ ആഴവും പരപ്പും അതിന്റെ ചോരയുടെ മണവും കട്ടിയും അളക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളം മുഴുവൻ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള, മതേതര വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് മാത്രമല്ല, അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രസിഡന്റ് പറഞ്ഞത്. വളരെ കൃത്യമായി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ജാഥ നടത്തുന്നത്. ആ മോഷ്ടാക്കൾ, അമ്പല വിഴുങ്ങി സർക്കാരിനെതിരെയുള്ള വലിയ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ഈ അക്രമത്തിലൂടെ ഒന്നും മൂടിവെക്കാൻ സാധിക്കില്ല. KPCC അധ്യക്ഷന്റെ ആ പ്രസ്താവന കണ്ടല്ലോ. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സകലരുടെയും പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ സകല പ്രതികരണങ്ങളും കഴിഞ്ഞ് ഇന്ന് ഏതാണ്ട് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ അരമനക്കിങ്ങിണിയുടെ ഇപ്രകാരം ഒരു പ്രതികരണം വന്നത്. ഞങ്ങൾ ദുബൈയിൽ വാർഷിക ഓയിൽ ചേഞ്ചിങ് പരിപാടിക്ക് വന്നതാണ് കേക്കച്ചനൊപ്പമെന്ന്. ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രവർത്തകർ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് പോലും. ഇതുപോലെ ഗതികെട്ട ഒരു KPCC പ്രസിഡന്റിനെ കാണാൻ കിട്ടുമോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇതുപോലൊരു കഴിവുകെട്ട കെ സുധാകരനെ പോലെ ഒരു മിടുക്കനായ ഒരു KPCC അധ്യക്ഷനെ ദൂരെ കളഞ്ഞിട്ട് ഒരു ചട്ടുകത്തെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രമുഖനായ ആ യുവനേതാവിനെതിരെ പോലീസ് നടന്നിട്ട് അക്രമമുണ്ടായിട്ട് 24 മണിക്കൂർ പിന്നിടാൻ പോകുന്നു. ഇത്രയും സമയമായിട്ടും ഈ KPCCയുടെ അധ്യക്ഷന് ഒരു പ്രതികരണം പറയുവാൻ സാധിച്ചില്ല. ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞു വന്ന് പതുക്കെ ഇതാ പറയുകയാണ്, ഞങ്ങൾ ദുബൈയിലാണെന്ന്. ഇവന്മാർ ഈ സമയത്ത് എന്ത് പരിപാടിക്കാണ് ദുബൈയിൽ പോയത്? വടകരയിൽ ഷാഫി മുൻപും ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ കേക്കച്ചനും സംഘവും ദുബൈയിലായിരുന്നു എന്ന് നാം കരുതണം. എല്ലാം ആസൂത്രണം ചെയ്ത് ഇവന്മാർ മാറിക്കളഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഇനി നമ്മുടെ കേക്കച്ചന്റെ പ്രതികരണം കാണാം. അയാൾ ദുബൈയിലാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതോ ഒരു വാഷ്റൂമിൽ കയറിയിരുന്നാണ് ആ പ്രതികരണം റെക്കോർഡ് ചെയ്ത് അയച്ചത് എന്നത് സ്പഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ അത് ഇന്ന് 2 മണിക്കാണെങ്കിലും കൊടുത്തു. അയാളുടെ ആ മുഖത്തെ ആർട്ടിഫിഷ്യാലിറ്റിയും ആ താല്പര്യമില്ലായ്മയും എല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്ത് ഒരുമിച്ച് ഇവിടുന്ന് മുങ്ങിയതാണെന്ന്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എവിടെയാണ്? ദുബൈയിലാണെന്ന് ഇയാൾ അബദ്ധത്തിൽ പറഞ്ഞതാണ്. കേക്കച്ചൻ പക്ഷേ എവിടെയാണെന്ന് പറയുന്നില്ല. അതൊരു വാഷ്റൂമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. കേക്കച്ചന്റെ ആ പ്രതികരണം കാണാം. ഷാഫി പറമ്പിൽ MPയെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മനഃപൂർവ്വമായിട്ടാണ് ഷാഫിയെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിച്ചത്.
അദ്ദേഹത്തിന്റെ മൂക്കിന് 2 സർജറി കൂടി ഇന്നലെ രാത്രി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ, പോലീസ് സർക്കാരിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത്. ഷാഫി പറമ്പിലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ AKG സെന്ററിൽ നല്ല ശമ്പളം പറ്റുന്നതെന്ന് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നന്നായിരിക്കും. ഈ ഗൂഢാലോചനയ്ക്കും ഈ അക്രമത്തിനും നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി, ശബരിമലയിൽ പ്രതിരോധത്തിലായ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും CPM-നെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ശക്തിയായി പ്രതികരിക്കുക തന്നെ ചെയ്യും. ഷാഫി പറമ്പിലിനെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. ഒരു പ്രകോപനവുമില്ലാതെ മനഃപൂർവ്വമായിട്ട് പോലീസ് കോൺഗ്രസിന്റെയും UDF-ന്റെയും ജാഥ തടഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വമായി പ്രകോപനം ഉണ്ടാക്കിയത്. 200-ഓളം വരുന്ന CPM-കാർക്ക് കടന്നുപോകാൻ വേണ്ടിയിട്ടാണ് 3000-ഓളം പേര് വരുന്ന UDF-ന്റെ ജാഥ തടുത്തു നിർത്തി മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി. നിരവധി പ്രവർത്തകരെ, ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച വരെ വലിയ അവതാളത്തിലായിരിക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരവാദികളായ ആളുകൾ എല്ലാം ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭവുമായി കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, ഈ രണ്ടുപേരുടെയും, ഈ KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഈ പ്രതികരണങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ ഇവരുടെ മനസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏകദേശം 1 ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഷാഫിയെ ആക്രമിച്ച ആ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി ഇവർ എത്തുന്നത്. യാതൊരു താല്പര്യവുമില്ലാത്ത രീതിയിൽ, യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത രീതിയിൽ ഇവർ നടത്തിയ ആ പ്രതികരണങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മാത്രം ഇവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.